ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറയുന്നത് സെർച്ചിങ് അൽഗോരിതമാണ്. ഈ സെർച്ചിങ് അൽഗോരിതം നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ചു. ഫസ്റ്റ് മോഡ്യൂളിൽ ആക്ച്വലി നമ്മൾ പഠിച്ചത് ആ അൽഗോരിതമാണ്. ആ അൽഗോരിതം കാണാതെ എഴുതാനാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ ഈ തേർഡ് മോഡ്യൂളിൽ ഡിസ്കസ് ചെയ്യുന്നത് ആ പ്രോഗ്രാം, ഈ അൽഗോരിതത്തിൻ്റെ സെർച്ച് അൽഗോരിതത്തിൻ്റെ ആക്ച്വൽ പ്രോഗ്രാമാണ്. ഈ തേർഡ് മോഡ്യൂളിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന 2-3 ക്വസ്റ്റ്യൻസിൽ ഒന്നാണ് ഈ സെർച്ച് അൽഗോരിതത്തിൻ്റെ പ്രോഗ്രാം. ഈ സെർച്ച് അൽഗോരിതം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സെറ്റ് ഓഫ് നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുക്കും. എന്നിട്ട് ആ നമ്പേഴ്സിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ നമ്പർ ഉണ്ടോ ഇല്ലയോ എന്ന് സെർച്ച് ചെയ്ത് കണ്ടെത്തണം. നമ്പർ ഉണ്ട് എങ്കിൽ അതിൻ്റെ പൊസിഷൻ എത്രാമത്തെ നമ്പറാണ് ആ നമ്പർ എന്നുള്ള ഔട്ട്പുട്ടും കൂടെ തരണം. അതിൻ്റെ ഒരു സാമ്പിൾ ഔട്ട്പുട്ടാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ആദ്യം എൻ്റർ ദി നമ്പർ ഓഫ് എലമെൻറ്റ്സ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ എത്ര എലമെൻറ്റ്സ് ആണുള്ളത്, എത്ര നമ്പേഴ്സ് ആണുള്ളത്, ആ എണ്ണം കൊടുക്കുന്നു. അതിനുശേഷം അത് അടുത്തത് ചോദിക്കും, ആ അത്രയും നമ്പേഴ്സ് എൻ്റർ ചെയ്യാനായിട്ട് അത് പറയും. എൻ്റർ ദോസ് 5 എലമെൻറ്റ്സ് എന്ന് ചോദിക്കും. ഈ 5 എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എന്താണോ എൻ്റർ ചെയ്ത് കൊടുത്തത് അതാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ 5 എലമെൻറ്റ്സ് എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ കീബോർഡ് വഴി 5 ഇൻറ്റീജർ നമ്പേഴ്സ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം ഈ എൻ്റർ ചെയ്ത നമ്പേഴ്സിൽ ഏത് നമ്പറാണ് സെർച്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അടുത്ത് ചോദിക്കുന്നത്. എൻ്റർ ദി സെർച്ച് എലമെൻറ്റ് എന്ന് ചോദിക്കും. അപ്പോൾ ഒരു പർട്ടിക്കുലർ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ഈ നമ്പർ നമ്മൾ ഈ ആദ്യം എൻ്റർ ചെയ്ത് കൊടുത്ത നമ്പേഴ്സിൽ ഉണ്ടോ ഇല്ലയോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഇവിടെ ഇപ്പം 24 എന്ന നമ്പർ നമ്മൾ ഇവിടെ വന്നിട്ടുണ്ട്. അതായത് 4ാമത്തെ നമ്പർ 1, 2, 3, 4 4ാമത്തെ നമ്പറായിട്ട് 24 അപ്പിയർ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് എങ്കിൽ ഇങ്ങനെ നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടണം. ഫൗണ്ട് ദി എലമെൻറ്റ് 24 അറ്റ് പൊസിഷൻ 4 എന്ന ഔട്ട്പുട്ട് കിട്ടണം. ഈ 24 എന്ന സംഭവം നമ്മൾ ഇവിടെ എന്താണ് എൻ്റർ ചെയ്ത് കൊടുത്തത് അതാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത് ആ 4 എന്ന, അതായത് എത്രാമത്തെ നമ്പറായിട്ടാണ് ആ നമ്പർ ഒക്കർ ചെയ്യുന്നത് അതിൻ്റെ ആ പൊസിഷൻ നമ്പറാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് സാമ്പിൾ ഔട്ട്പുട്ട്. സപ്പോസ് ഇപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത നമ്പറിൽ ഈ 24 എന്ന നമ്പർ ഇല്ല എങ്കിൽ ദിസ് എലമെന്റ് ഈസ് നോട്ട് ഫൗണ്ട് എന്നൊരു ഔട്ട്പുട്ടാണ് നമുക്ക് കാണേണ്ടത്. അങ്ങനെയാണെങ്കിൽ പൊസിഷൻ കാണിക്കത്തില്ല. ഈ പൊസിഷൻ അറ്റ് പൊസിഷൻ എന്നുള്ള സംഭവം കാണിക്കത്തില്ല. ദിസ് നമ്പർ ഈസ് നോട്ട് ഫൗണ്ട് എന്നൊരു ഔട്ട്പുട്ടാണ് നമുക്ക് കാണിക്കേണ്ടത്. അപ്പോൾ അതാണ് ഈ സെർച്ചിങ് അൽഗോരിതം അല്ലെങ്കിൽ സെർച്ചിങ് പ്രോഗ്രാം എന്ന് പറയുന്നത്. അതിൻ്റെ ആക്ച്വൽ പ്രോഗ്രാമാണ് ഞാനിവിടെ കാണിച്ചിട്ടുള്ളത്. ഇത്ര മാത്രമല്ല, ഇത്രയും കൂടെ ഉണ്ട്. ഇതിനും കൂടെ ചേർത്തതാണ് പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇത് ആക്ച്വലി വളരെ നീണ്ട ഒരു പ്രോഗ്രാം ആണെങ്കിലും ഞാൻ സാധാരണ പറയുമ്പോൾ തന്നെ ഇതിൻ്റെ 75% നിങ്ങൾക്കറിയാം. സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഈ കാര്യങ്ങൾ, ഈ പ്രിൻ്റ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിച്ച് ഈ കാര്യങ്ങളെല്ലാം ചോദിക്കുന്നതും ഈ ഇൻപുട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുന്നതും ഒക്കെ ഉള്ളൂ. അതായത് ഏകദേശം 75% നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആക്ച്വലി നമുക്ക് പഠിക്കാനുള്ളത് ഈ ഒരു ഫോർ ലൂപ്പും അതിൻ്റെ അകത്തുള്ള ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റും പിന്നെ അതിൻ്റെ അകത്തുള്ള 2 സ്റ്റേറ്റ്മെൻറ്റും, ഈ 4 ലൈൻസ് മാത്രമേ നമുക്ക് പ്രത്യേകം പുതിയതായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ളൂ. ബാക്കിയെല്ലാം നിങ്ങൾക്കറിയാം. ഇവിടെ കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ആൾറെഡി അറിയാം. ഇവിടുത്തെ ഈ ലോജിക്ക് എന്താണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ആക്ച്വലി നിങ്ങൾക്ക് അറിയാവുന്ന സംഭവം തന്നെയാണ്. പുതിയതായിട്ടൊന്നും പഠിക്കാനൊന്നുമില്ല. ജസ്റ്റ് ലോജിക്ക് മനസ്സിലാക്കണമെന്ന് മാത്രമേ ഉള്ളൂ ഈ കൊടുത്തിരിക്കുന്ന കാര്യം. അപ്പോൾ നമുക്ക് ആദ്യമേ മുതൽ ഡിസ്കസ് ചെയ്യാം. ആദ്യം ഞാൻ അറേ എന്ന് പേരുള്ള ഒരു അറേ ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ സൈസ് 50 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന നമ്പേഴ്സ് ഈ അറേ എന്ന് പറയുന്ന അറേയിലോട്ടാണ് സ്റ്റോർ ചെയ്ത് കൊടുക്കുന്നത്. അതിൻ്റെ ഓരോ ഇൻഡെക്സ് പൊസിഷൻ സ്റ്റാർട്ടിംഗ് ഫ്രം 0 ഇൻഡെക്സ് പൊസിഷൻ സ്റ്റാർട്ട് ചെയ്ത് ഓരോ എലമെൻ്റ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യേണ്ടത്. ഇവിടെ ഇപ്പം 5 എലമെൻറ്റ്സ് ആണ് സ്റ്റോർ ചെയ്യേണ്ടതെങ്കിൽ 0 to 4 ഇൻഡെക്സ് പൊസിഷനിലോട്ടായിരിക്കും ഈ നമ്പേഴ്സ്, ഈ വാല്യൂസ്, ഈ ഇൻറ്റീജർ നമ്പേഴ്സ് ഈ ഇൻറ്റീജർ അറേയിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു അറേ ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ സൈസ് 50 ആയിട്ട് സെറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഇവിടെ എത്ര എലമെൻറ്റ്സ് ഉണ്ടെന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ ഒരു ഇൻറ്റീജർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ആ നമ്പറിനെ സ്റ്റോർ ചെയ്യാനായിട്ടാണ് ഇവിടെ n എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്കറിയാം, നമ്മുടെ ഫോർ ലൂപ്പിലൊക്കെ ഈ i ലെസ് ദാൻ എന്ന് പറയുന്ന കണ്ടീഷനിൽ ഉപയോഗിക്കാനുള്ള n ആണ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തത്. അതായത് എത്ര എലമെൻറ്റ്സ് ഉണ്ട് എന്ന്, അത് n എന്ന് സ്റ്റോർ ചെയ്യുന്നു. പിന്നെ i എന്നൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നു. അത് നിങ്ങൾക്കറിയാം എന്തിനാണെന്ന്, ഫോർ ലൂപ്പിൽ ഉപയോഗിക്കാനാണ് i എന്ന വേരിയബിൾ. പിന്നെ സെർച്ച് എന്ന് പറയുന്ന ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഈ സെർച്ച് എന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് ഈ നമ്പർ സ്റ്റോർ ചെയ്യാനാണ്. ഏത് നമ്പറാണ് സെർച്ച് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ നമ്മളൊരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കും. അതിനെ സ്റ്റോർ ചെയ്യാനാണ് ഈ സെർച്ച് എന്ന് പറയുന്ന വേരിയബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അത് നമ്മുടെ ഇഷ്ടമാണ്. സെർച്ച് എന്ന വേരിയബിൾ, ഞാനിവിടെ സെർച്ച് എന്നാണ് പേര് കൊടുത്തത്. അങ്ങനെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. പിന്നെ ഫ്ലാഗ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ, അത് ജസ്റ്റ് ഒന്നുമില്ല, അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ 0 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വേരിയബിൾ എന്തെന്ന് വെച്ചാൽ സംഭവം ഒന്നുമില്ല. അതായത് ഇവിടെ നമ്മൾ സെറ്റ് ഓഫ് നമ്പേഴ്സ് എൻ്റർ ചെയ്ത് കൊടുത്തു. ഈ നമ്പർ ഉണ്ടോ ഇല്ലയോ എന്ന് സെർച്ച് ചെയ്യാനായിട്ട് ഈ പർട്ടിക്കുലർ നമ്പർ ഈ സെറ്റ് ഓഫ് നമ്പേഴ്സിൽ ഉണ്ട് എങ്കിൽ ഈ ഫ്ലാഗിൻ്റെ വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്യും. അതായത് ഈ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്ത എലമെൻറ്റ്സിൽ ഈ നമ്പർ ഉണ്ട് എങ്കിൽ ഈ ഫ്ലാഗ് എന്ന വേരിയബിളിൻ്റെ വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്യും.
ഇപ്പോൾ ആക്ച്വലി ഇനിഷ്യലി അതിൻ്റെ വാല്യൂ 0 ആണ്. ആ നമ്പേഴ്സ്, ഈ സെർച്ച് ചെയ്യുന്ന നമ്പർ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ട് എങ്കിൽ നമ്മൾ അതിൻ്റെ വാല്യൂവിനെ 1 ആയിട്ട് സെറ്റ് ചെയ്യും. അങ്ങനെ ഇല്ല, ഈ 24 എന്ന നമ്പർ ഈ സെറ്റ് ഓഫ് നമ്പേഴ്സിൽ ഇല്ല എങ്കിൽ ആ വാല്യൂ ഒന്നും ചേഞ്ച് ചെയ്യത്തില്ല. ഒരു വാല്യൂ ഇപ്പോൾ 0 ആണെങ്കിൽ 0 തന്നെ ആയിരിക്കും, വാല്യൂവിന് ചേഞ്ച് ഒന്നും വരത്തില്ല. ഈ സംഭവം ഉപയോഗിക്കുന്നത് എന്തെന്ന് വെച്ചാൽ അവസാനം നമ്മളിവിടെ ഡിസ്പ്ലേ ചെയ്യാനായിട്ട് ഈ നമ്പർ, സെർച്ച് ചെയ്യാനുള്ള നമ്പർ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തുന്നത് ഈ ഫ്ലാഗ് എന്ന വേരിയബിളിന്റെ വാല്യൂ വെച്ചിട്ടാണ്. ഈ അവസാനം അവസാനത്തെ സ്റ്റേജിൽ, പ്രോഗ്രാം റൺ ചെയ്യുന്നതിന്റെ അവസാനത്തെ സ്റ്റേജിൽ ഈ ഫ്ലാഗിന്റെ വാല്യൂ എത്രയാണ് എന്ന് ചെക്ക് ചെയ്യും. ആ സമയത്ത് അതിന്റെ വാല്യൂ 0 ആണ് എങ്കിൽ ദിസ് എലമെന്റ് ഈസ് നോട്ട് ഫൗണ്ട് എന്നുള്ള ഡിസ്പ്ലേ ആയിരിക്കും കാണിക്കുന്നത്. വാല്യൂ, അതായത് വാല്യൂ, ഈ ഫ്ലാഗ് എന്ന് പറയുന്ന വേരിയബിളിന് ചേഞ്ച് ഒന്നുമില്ല, അതിന്റെ വാല്യൂ 0 ആണ് എങ്കിൽ ദിസ് എലമെന്റ് ഈസ് നോട്ട് ഫൗണ്ട് എന്ന ഔട്ട്പുട്ട് ആയിരിക്കും കാണിക്കുന്നത്. അതേസമയം ഫ്ലാഗ് എന്ന വേരിയബിളിന്റെ വാല്യൂ 1 ആണ് എങ്കിൽ, അങ്ങനെ 1 ആണ് എങ്കിലാണ് ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത്. ഫൗണ്ട് ദി എലമെന്റ് 24 at പൊസിഷൻ 4. ഇങ്ങനെ ഒരു ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് ഈ ഫ്ലാഗ് എന്ന വേരിയബിളിന്റെ വാല്യൂ 1 ആണെങ്കിലാണ്. ഈ ഫ്ലാഗ് എന്ന വേരിയബിളിന്റെ വാല്യൂ 0 ആയിട്ടാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. നമ്മൾ ഈ സെർച്ച് ചെയ്യുന്ന എലമെന്റ് ഈ സെറ്റ് ഓഫ് നമ്പേഴ്സിൽ ഉണ്ട് എങ്കിൽ അതിന്റെ വാല്യൂ ജസ്റ്റ് 1 ആയിട്ടങ്ങ് ചേഞ്ച് ചെയ്യും, അത്രയേ ഉള്ളൂ. അതേസമയം സെർച്ച് ചെയ്യുന്ന വാല്യൂ ഒന്നും ഇല്ല എങ്കിൽ, ഈ സെറ്റ് ഓഫ് നമ്പേഴ്സിൽ നമ്മൾ സെർച്ച് ചെയ്യേണ്ട വാല്യൂ ആ നമ്പർ ഇല്ല എങ്കിൽ ഈ ഫ്ലാഗിന്റെ വാല്യൂവിന് ഒന്നും ചേഞ്ച് ചെയ്യത്തില്ല, അത് 0 തന്നെയായിരിക്കും, ഒരു ചേഞ്ചും വരത്തില്ല. അപ്പം അവസാനത്തെ സ്റ്റേജിൽ ഈ സെറ്റ് ഓഫ് നമ്പേഴ്സിൽ നമ്മൾ സെർച്ച് ചെയ്ത നമ്പർ ഉണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവുന്നത് ഈ ഫ്ലാഗ് എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ വെച്ചിട്ടാണ്. അതിന് ഒന്നേ 0 ആയിരിക്കും, അല്ലെങ്കിൽ 1 ആയിരിക്കും. ഈ രണ്ട് വാല്യൂസ് മാത്രമേ ഈ ഫ്ലാഗ് എന്ന വേരിയബിളിന് വരുന്നുള്ളൂ. അപ്പം അതാണ് ഈ വേരിയബിൾ. അപ്പോൾ ഇനി അടുത്തത് എൻ്റർ ദി നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന സംഭവം ഡിസ്പ്ലേ ചെയ്യണം. അതിൻ്റെ പ്രിന്റ്എഫ് എന്ന സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ആ വാല്യൂവിനെ n എന്ന് പറയുന്ന വേരിയബിളോട് സ്റ്റോർ ചെയ്യുന്നു, സ്കാൻ ഓഫ് ഉപയോഗിച്ച്, നിങ്ങൾക്കറിയാം. അതിനുശേഷം എൻ്റർ ദോസ് 5 എലമെന്റ്സ് എന്ന സംഭവം ഡിസ്പ്ലേ ചെയ്യുന്ന ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യണം. അതിനുവേണ്ടി പ്രിന്റ്എഫ് എന്ന സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നു. ഇവിടെ %d എന്നാണ് മെൻഷൻ ചെയ്തത്. അതിൻ്റെ സ്ഥാനത്ത് n-ന്റെ വാല്യൂ, നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത വാല്യൂ എന്താണോ അതാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതിനിവിടെ %d എന്നും n എന്നും കൊടുത്ത് പ്രിന്റ്എഫ് എന്ന സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഓരോ പർട്ടിക്കുലർ വാല്യൂ, ഓരോ ഇൻറ്റീജർ നമ്പേഴ്സ് ആയിട്ടാണ് എൻ്റർ ചെയ്യുന്നത്. ഈ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഓരോ നമ്പേഴ്സും ഈ അറേ എന്ന് പറയുന്ന അറേയിൽ അതിൻ്റെ ഇൻഡെക്സ് പൊസിഷൻ 0ൽ സ്റ്റാർട്ട് ചെയ്ത് ഓരോ ഇൻഡെക്സ് പൊസിഷനിലോട്ടാണ് സ്റ്റോർ ചെയ്യേണ്ടത്. ആദ്യത്തെ ഇൻഡെക്സ് പൊസിഷൻ, അതായത് 0 എന്ന് പറയുന്ന ഇൻഡെക്സ് പൊസിഷനിൽ 34 സ്റ്റോർ ചെയ്യണം, 1 എന്ന ഇൻഡെക്സ് പൊസിഷനിൽ 56 സ്റ്റോർ ചെയ്യണം, 2 എന്ന ഇൻഡെക്സ് പൊസിഷനിൽ 78 സ്റ്റോർ ചെയ്യണം, 3ൽ 24, 4 എന്ന ഇൻഡെക്സ് പൊസിഷനിൽ 35 സ്റ്റോർ ചെയ്യണം. അങ്ങനെ ഓരോ ഇൻഡെക്സ് പൊസിഷനിലും, ഈ അറേ എന്ന് പറയുന്ന അറേയിൽ ഓരോ ഇൻഡെക്സ് പൊസിഷനിലും വാല്യൂസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ് ഫോർ ലൂപ്പ് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഐഡിയ നിങ്ങൾക്കറിയാം. ഈ ഫോർ ലൂപ്പ് ഉപയോഗിച്ചാണ് ഇവിടെ സ്കാൻഎഫ് എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് %d, ആൻഡ് സിമ്പിൾ കൊടുത്ത് അറേ i എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ അറേ i എന്ന് പറയുന്ന ഐയുടെ വാല്യൂ 0 to 4 ആയിരിക്കും വേരി ചെയ്യുന്നത്. അതായത് ടോട്ടൽ 5 എലമെന്റ്സ് ആണുള്ളത്. 5 എലമെന്റ്സ് സ്റ്റോർ ചെയ്യാനായിട്ട് എടുക്കുന്ന ഇൻഡെക്സ് പൊസിഷൻസ് എന്ന് പറയുന്നത് 0 to 4 ആണ്. അപ്പോൾ ഐയുടെ വാല്യൂ 0 to 4 ആണ് വേരി ചെയ്യേണ്ടത്. അപ്പോൾ ആ കണ്ടീഷൻ ചെക്ക് ചെയ്യാനാണ് ഈ ലെസ് ദാൻ എന്ന് കൊടുത്തിരിക്കുന്നത്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മൾ സാധാരണ എപ്പോഴും യൂസ് ചെയ്യുന്ന ആ ഫോർ ലൂപ്പും സ്കാൻ ഓഫ് എന്ന സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ചാണ് ഈ നമ്പേഴ്സ് എല്ലാം അറേയിലോട്ട് സ്റ്റോർ ചെയ്യുന്നത്. അതിനുശേഷം അടുത്ത ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യണം. എൻ്റർ ദി സെർച്ച് എലമെന്റ് എന്ന ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യണം. അതിന് പ്രിന്റ്എഫ് എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കും. നമ്മൾ ആ സമയത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഇൻറ്റീജർ വാല്യൂവിനെ സെർച്ച് എന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യും. സ്കാൻ ഓഫ് ഉപയോഗിച്ച് സെർച്ച് എന്ന വേരിയബിളിലോട്ട് സ്റ്റോർ ചെയ്യും. അപ്പോൾ ആക്ച്വലി ഇത്രയും ലൈൻ ഓഫ് കമാൻഡ്സ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, പുതിയ കാര്യമൊന്നുമില്ല. ഈ ടെക്സ്റ്റ് പ്രിന്റ്എഫ് എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിച്ച് ഈ കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യണം. ആ സമയത്ത് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുന്ന ഇൻപുട്ട് വാല്യൂസിനെ ഫോർ ലൂപ്പ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്കാൻ ഓഫ് ഉപയോഗിച്ചോ ഓരോ വേരിയബിളിലോട്ട് അല്ലെങ്കിൽ അറേയിലോട്ട് സ്റ്റോർ ചെയ്യും. അത്രയും സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇത്രയും ഉള്ളത്. ഇനിയാണ് ബാക്കി ഇതിനെ സെർച്ച് ചെയ്യണ ആ ഒരു സ്റ്റെപ്പ് വരണ, ആ ഒരു സ്റ്റേജ് വരണ ഈ ഒരു 4 സ്റ്റേറ്റ്മെന്റ്സിലാണ്. അത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതിനു മുന്നേ ഈ ഒരു സംഭവം ഡിസ്പ്ലേ ചെയ്യണ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു, ഈ പർട്ടിക്കുലർ സെർച്ച് ചെയ്യുന്ന നമ്പർ ഈ സെറ്റ് ഓഫ് വാല്യൂസിൽ ഉണ്ട് എങ്കിൽ ഫ്ലാഗ് എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ 1 ആക്കി മാറ്റും എന്ന് നമ്മൾ കണ്ടു. അതേസമയം ഈ സെർച്ച് ചെയ്യുന്ന നമ്പർ ഈ നമ്പേഴ്സിൽ ഇല്ല എങ്കിൽ ഫ്ലാഗിന്റെ വാല്യൂവിന് ഒരു ചേഞ്ചും വരത്തില്ല, അത് 0 തന്നെയായിരിക്കും. ഇനിഷ്യൽ വാല്യൂ എന്താണോ അത് തന്നെയായിരിക്കും. അപ്പം ഈ ഫ്ലാഗിന്റെ നമ്പർ ബേസ് ചെയ്താണ് ഈ ഫ്ലാഗിന്റെ വാല്യൂ, ഫ്ലാഗ് എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ അനുസരിച്ചാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യണം. ഈ ഫൗണ്ട് ദി എലമെന്റ് 24 പൊസിഷൻ 4 അങ്ങനെ ഡിസ്പ്ലേ ചെയ്യണോ, അതോ ദിസ് നമ്പർ ഈസ് നോട്ട് ഫൗണ്ട് എന്ന് ഡിസ്പ്ലേ ചെയ്യണോ എന്ന് തീരുമാനിക്കേണ്ടത് ഈ ഫ്ലാഗ് എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ വെച്ചിട്ടാണ്. ഇവിടെ ഒരു ഇഫ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്ലാഗിന്റെ വാല്യൂ ഈക്വൽ ടു 1 ആണോ എന്ന് ചോദിക്കും. ഈക്വൽ ടു ആണ് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. അസൈൻമെന്റ് ഓപ്പറേറ്റർ അല്ല,
ഈക്വൽ ടു ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന ഓരോ കണ്ടീഷനാണ്. ഫ്ലാഗ് ഈക്വൽ ടു 1, അതായത് ഫ്ലാഗ് എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ 1 ആണോ അല്ലയോ എന്നുള്ള കണ്ടീഷനാണ് ചെക്ക് ചെയ്യുന്നത്. 1 ആണ് എങ്കിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ഫൗണ്ട് ദി എലമെന്റ് %d അറ്റ് പൊസിഷൻ %d എന്നോട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. ഫൗണ്ട് ദി എലമെന്റ്, ഇവിടുത്തെ %d എന്ന് ഉള്ളത് നമ്മൾ ഇവിടെ എന്ത് വാല്യൂ ആണോ ടൈപ്പ് ചെയ്ത് കൊടുത്തത്, അതായത് സെർച്ച് എന്ന് പറയുന്ന വേരിയബിൾ എന്താണോ സ്റ്റോർ ചെയ്യുന്നത് അതാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതാണ് ആദ്യത്തെ %dക്ക് കറസ്പോണ്ടിങ് ആയിട്ട് സെർച്ച് എന്ന വേരിയബിൾ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അറ്റ് %4 എന്ന് പറയുന്ന ഈ 4 എന്ന് പറയുന്നത് ഈ സെറ്റ് ഓഫ് നമ്പേഴ്സിന്റെ ഏത് പൊസിഷൻ ആണെന്നാണ്. ഈ 24 എന്ന് പറയുന്ന നമ്പർ 1, 2, 3, 4 നാലാമത്തെ നമ്പറായിട്ടാണ് നമ്പറായിട്ടാണ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തത്. ആ പൊസിഷൻ നമ്പറാണ് നമുക്കിവിടെ ഷോ ചെയ്യേണ്ടത്. ആക്ച്വലി ഈ 24 എന്ന് പറയുന്ന നമ്പർ ഏത് ഇൻഡെക്സ് പൊസിഷനിലോട്ടാണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്? 3 എന്ന ഇൻഡെക്സ് പൊസിഷനിലോട്ടാണ്. കാരണം 34 എന്നുള്ളത് 0-ലോട്ടും 56 എന്നുള്ളത് 1, 78 എന്നുള്ളത് 2, 24 എന്ന നമ്പർ 3 എന്ന ഇൻഡെക്സ് പൊസിഷനിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഈ സംഭവം ഇൻഡെക്സ് പൊസിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന 0-ലാണ്. പക്ഷേ നമുക്ക് ഈ യൂസറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുമ്പം ആ യൂസറിന് എന്താണോ കാണുന്ന ആ പൊസിഷൻ നമ്പറാണ് നമുക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ആക്ച്വലി ഈ ഇൻഡെക്സ് പൊസിഷൻ അല്ല ഇവിടെ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ 24ന്റെ ഇൻഡെക്സ് പൊസിഷൻ 3 ആണ്. പക്ഷേ ഇവിടെ പൊസിഷൻ 3 എന്ന് പറഞ്ഞ് ഡിസ്പ്ലേ ചെയ്താൽ യൂസർ മനസ്സിലാക്കുന്നത് അത് മൂന്നാമത്തെ നമ്പറാണെന്നാണ്. പക്ഷേ ആക്ച്വലി അത് മൂന്നാമത്തെ നമ്പർ അല്ലല്ലോ. ഒരു യൂസറിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ 24 എന്ന് പറയുന്ന നമ്പർ നാലാമത്തെ നമ്പറാണ്. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണോ ഇൻഡെക്സ് പൊസിഷൻ, എന്താണോ ഇൻഡെക്സ് നമ്പർ, അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത ആ വാല്യൂ ആണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. അതായത് എന്താണോ ഐയുടെ വാല്യൂ, ഈ 24 എന്ന് പറയുന്ന നമ്പറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐയുടെ വാല്യൂ എന്താണോ അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്ത ആ നമ്പർ ആയിരിക്കും ഇവിടെ പൊസിഷൻ എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. എന്നാലും യൂസറിന് മനസ്സിലാവും. ആ സംഭവമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അറ്റ് പൊസിഷൻ %d എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ %d എന്ന് പറഞ്ഞാൽ i+1 എന്ന് പറയുന്ന ടേമാണ് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഐ എന്ന് പറയുന്നത് ഇവിടെ 24 എന്ന ഇൻഡെക്സ് പൊസിഷൻ എന്ന് പറയുന്നത് 3 ആണ്. 0, 1, 2, 3. ആ 3 എന്ന ഇൻഡെക്സ് പൊസിഷനാണ് 24 എന്ന നമ്പറുണ്ട്. അത് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ +1 കൂടെ ചേർത്ത് ഒരു 1 യൂണിറ്റ് ആഡ് ചെയ്തിട്ടാണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. എന്നാൽ യൂസറിന് മനസ്സിലാകത്തുള്ളൂ അത് നാലാമത്തെ നമ്പറാണ് എന്ന് യൂസറിന് മനസ്സിലാവുള്ളൂ. അപ്പം അതിനുവേണ്ടി i+1 എന്ന് കൊടുത്തിട്ടുണ്ട്. അതേസമയം ഈ ഫ്ലാഗിന്റെ വാല്യൂ 1 അല്ല എങ്കിൽ, അതായത് നമ്മൾ ഇനിഷ്യലൈസ് ചെയ്തത് 0 ആണ്. അപ്പോൾ 0 എന്ന വാല്യൂ ആണെങ്കിൽ ഇവിടെ എൽസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഫ്ലാഗിന്റെ നമ്പർ 1 അല്ല എങ്കിൽ എൽസ് പ്രിന്റ് ചെയ്യേണ്ടത്, ഡിസ്പ്ലേ ചെയ്യേണ്ടത് ദ എലമെന്റ് %d ഈസ് നോട്ട് ഫൗണ്ട്. അതായത് ദ എലമെന്റ് ഇപ്പോൾ 24 ആണെങ്കിൽ ഈ %d അവിടെ സെർച്ച് എന്ന വേരിയബിൾ എന്താണോ സ്റ്റോർ ചെയ്യുന്ന ആ വാല്യൂ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. 24 ഈസ് നോട്ട് ഫൗണ്ട് എന്നിങ്ങനെ ഡിസ്പ്ലേ ചെയ്യും. അപ്പോൾ ഇത് ഈ പ്രിന്റ്എഫ് എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യണോ അതോ ഈ പ്രിന്റ്എഫ് എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യണോ എന്ന് തീരുമാനിക്കുന്ന ഈ ഫ്ലാഗ് എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ വെച്ചിട്ടാണ്. 1 ആണെങ്കിൽ അത് മനസ്സിലാവുന്നത് ആ എലമെന്റ് കണ്ടെത്തി എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് പ്രിന്റ് ചെയ്യേണ്ടത്. അതേസമയം ഫ്ലാഗിന്റെ വാല്യൂ 1 അല്ല എങ്കിൽ, അതായത് 0 ആയിരിക്കും. 1 അല്ല എങ്കിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത് ദാറ്റ് എലമെന്റ് ഈസ് നോട്ട് ഫൗണ്ട് എന്ന ടെക്സ്റ്റ് ആണ് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അത് തീരുമാനിക്കുന്നത് ഈ ഫ്ലാഗ് എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി ചെയ്യുന്നത് ഈ ഫ്ലാഗ് എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ ചേഞ്ച് ചെയ്യണം. അതിന് വേണ്ടിയുള്ള അതാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഈ സെർച്ച് ചെയ്യുന്ന എലമെന്റ് ഈ സെറ്റ് ഓഫ് നമ്പേഴ്സിൽ ഉണ്ട് എങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഫ്ലാഗ് എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ ആണ്. കാരണം അത് ബേസ് ചെയ്തിട്ടാണല്ലോ ഔട്ട്പുട്ട് ഡിസ്പ്ലേ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് ഇവിടെ ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ എന്തെന്ന് പറഞ്ഞാൽ ജസ്റ്റ് അത് ചെക്ക് ചെയ്യും, ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇവിടെ ആക്ച്വലി ചെയ്യുന്നത് നമ്മളൊരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുമല്ലോ. ഇവിടെ 24 എന്ന നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു. ആ നമ്പറിനെ ഇതിലുള്ള ഓരോ നമ്പറുമായിട്ട് കമ്പയർ ചെയ്യും. ഈക്വൽ ടു ആണോ എന്ന് കമ്പയർ ചെയ്യും. അതായത് ഈ 24 ഈക്വൽ ടു 34 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യും. അതായത് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത വാല്യൂവിനെ സെർച്ച് എന്ന് പറയുന്ന വേരിയബിളിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. ആ സെർച്ച് എന്ന വേരിയബിൾ ഈക്വൽ ടു ഈ ആദ്യത്തെ പൊസിഷനിലുള്ള വാല്യൂ ആയിട്ട് ഈ സെയിം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യും. സെയിം അല്ല എങ്കിൽ അടുത്ത എലമെന്റുമായിട്ട് സെയിം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യും. ഈ 24 എന്ന നമ്പർ അതും സെയിം അല്ല എങ്കിൽ അടുത്ത എലമെന്റുമായിട്ട് സെയിം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ ഇതിലുള്ള എവിടെ വെച്ച് കണ്ടെത്തുന്നോ അതുവരെ അതിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും, അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും കണ്ടീഷൻ. ഈ 24 എന്ന് പറയുന്ന വാല്യൂ ആദ്യത്തെ എലമെന്റുമായിട്ട് ഈക്വൽ ആണോ, അല്ലെങ്കിൽ അതും അല്ലെങ്കിൽ രണ്ടാമത്തെ എലമെന്റിന് സെയിം ആണോ, അല്ലെങ്കിൽ മൂന്നാമത്തെ എലമെന്റിന് സെയിം ആണോ, അല്ലെങ്കിൽ നാലാമത്തെ എലമെന്റിന് സെയിം ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇവിടെ നാലാമത്തെ എലമെന്റ് എത്തപ്പോഴേക്കും സെയിം ആണെന്ന് കണ്ടെത്തും. സെയിം ആണെന്ന് കണ്ടെത്തിയാൽ അവിടെ വെച്ച് നിർത്തും, പിന്നെ അടുത്ത എലമെന്റിലോട്ട് പോകത്തില്ല. ഇവിടെ സെയിം ആണെന്ന് കണ്ടെത്തിയാൽ അവിടെ വെച്ച് ആ സംഭവം സ്റ്റോപ്പ് ചെയ്യും. എന്നിട്ടാണ് ബാക്കി നേരെ ഇപ്പുറത്തെ ഈ സെറ്റിലോട്ട് വരുന്നത്, ഈ സ്റ്റേറ്റ്മെന്റിലോട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടീഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇഫ് എന്ന് പറഞ്ഞിട്ട്
അറേ ഐ ഈക്വൽ ടു സെർച്ച് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സെർച്ച് എന്ന് പറയുന്നത് നമ്മുടെ ഈ 24 എന്ന ആ വാല്യൂ സ്റ്റോർ ചെയ്യുന്ന വേരിയബിൾ ആണ് സെർച്ച്. ഇവിടെ അറേ ഐ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ നമ്പേഴ്സിനെയാണ്, ഈ നമ്പേഴ്സിൽ ഓരോന്നിനെ. ഈ അറേ ഐ എന്നുള്ളത് ഇൻഡെക്സ് പൊസിഷൻ ആണ്, അത് സ്റ്റാർട്ട് ചെയ്യണത് 0 ആണ്. ഈ ഐയുടെ വാല്യൂ ആണ് ഓരോ വാല്യൂ ആയിട്ട് ചേഞ്ച് ചെയ്യുന്നത്. ആദ്യം ഐയുടെ വാല്യൂ 0 ആണല്ലോ. ഇവിടെ സംഭവിക്കുന്ന ഈ സെർച്ച് എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ അറേ ഐ എന്ന് പറയുന്ന പൊസിഷനിലെ വാല്യൂ ആയിട്ട് ഈക്വൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യും. ഈക്വൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യും. ഈക്വൽ ഇവിടെ ഇപ്പം ഈക്വൽ അല്ലല്ലോ. ഈക്വൽ അല്ല എങ്കിൽ ഈ കണ്ടീഷൻ്റെ ഈ ഇഫ് സ്റ്റേറ്റ്മെന്റ് ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. അതിന്റെ ഇഫ് സ്റ്റേറ്റ്മെന്റ് അകത്തുള്ള ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. സെയിം അല്ല എങ്കിൽ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആവും. പിന്നെ നേരെ ഈ ഫോളോ പിന്നെ അകത്തുള്ള ഈ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ കണ്ടീഷൻ ഇവിടെ ചെക്ക് ചെയ്യും. ഈ കണ്ടീഷന്റെ ലോജിക് നിങ്ങൾക്ക് അറിയാലോ. ഈ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ n ആയിരിക്കും. n എന്ന് പറയുന്നത് 5 ആണ്. ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 to 4 ആയിരിക്കും വേരി ചെയ്യുന്നത്. അപ്പൊ അത് ചെക്ക് ചെയ്യാനാണ് ഈ കണ്ടീഷനിലൂടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഐയുടെ വാല്യൂ 1 ആയി, ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ ട്രൂ ആവും. പിന്നെ ഈ ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യും. അതായത് ഇവിടെ ഐയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പോൾ അതായത് ആ 1 ഇൻഡെക്സ് പൊസിഷനിൽ വരുന്ന അറേയിലുള്ള അറേ എന്ന് പറയുന്ന ആ അറേയിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ സെർച്ച് എന്ന് പറയുന്ന വേരിയബിളിൽ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യും. ഇവിടെ രണ്ടാമത്തെ കേസിലും അതായത് ഐയുടെ വാല്യൂ 1 ആയിരിക്കപ്പോഴും ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. പിന്നെ അത് ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് 2 ആക്കും. കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് വീണ്ടും ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഇവിടെ വെച്ച് 78 നമ്പർ ഈക്വൽ ടു 24 ആണോ എന്ന് ചെക്ക് ചെയ്യും. അപ്പോൾ അതിന്റെ ഔട്ട്പുട്ട് ഫാൾസ് ആണ്. പിന്നെ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യും, കണ്ടീഷൻ ചെക്ക് ചെയ്യും. എന്നിട്ട് പിന്നെ ഈ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഇപ്പോഴാണ് ഐയുടെ ഇൻക്രിമെന്റ് ചെയ്ത ഐയുടെ വാല്യൂ 3 ആയി. ഐയുടെ വാല്യൂ 3 എന്ന് പറയുമ്പോൾ 24 എന്ന നമ്പറാണ് മൂന്നാമത്തെ ഇൻഡെക്സ് പൊസിഷനിൽ വരുന്നത്. അത് ഈക്വൽ ടു 24 ആണല്ലോ. അപ്പോൾ ഈ സ്റ്റേറ്റ്മെന്റ് ഔട്ട്പുട്ട് ട്രൂ ആവും. ഈ സ്റ്റേറ്റ്മെന്റ് ഔട്ട്പുട്ട് ട്രൂ ആകുമ്പോൾ അതിൻ്റെ അകത്തുള്ള ഈ ഇഫ് സ്റ്റേറ്റ്മെന്റ് അകത്തുള്ള ഈ സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. അതിൽ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഫ്ലാഗ് ഈക്വൽ ടു 1. നമ്മൾ നേരത്തെ ഇവിടെ പറഞ്ഞായിരുന്നു ഫ്ലാഗിന്റെ ഇനിഷ്യൽ വാല്യൂ 0 ആയിരുന്നു. നമ്മൾ ഏതെങ്കിലും നമ്പർ സെർച്ച് ചെയ്യുന്ന നമ്പർ കണ്ടെത്തിയാൽ ഫ്ലാഗിന്റെ വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. ആ പ്രോസസ്സാണ് ഇവിടെ ഇപ്പോൾ നടന്നത്. ഇവിടെ അറേ ഐ ഈക്വൽ ടു സെർച്ച് ഈ രണ്ട് ടേംസും ഈക്വൽ ആയിട്ട് വരികയാണെങ്കിൽ ഇഫ് കണ്ടീഷൻ ആ സ്റ്റേറ്റ്മെന്റ് അകത്തുള്ള ഈ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് എക്സിക്യൂട്ട് ചെയ്യും. അല്ലാത്തത് ഫ്ലാഗിന്റെ വാല്യൂ 1 ആയിട്ട് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഈ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ സപ്പോസ് ഇപ്പം ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെന്റ് ഇല്ല എങ്കിൽ ഈ ഫ്ലാഗ് ഈക്വൽ ടു 1 എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തിട്ട് പിന്നെയും അത് ഫോളോ പിന്നെ അകത്തുള്ള ഈ പ്ലസ് ഐ അതായത് ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്യാനായിട്ട് പോകും. നമുക്ക് അങ്ങനെ പോകണ്ട. ആക്ച്വലി നമുക്ക് ഈ സെറ്റ് ഓഫ് നമ്പേഴ്സിൽ ഈ വാല്യൂ ഉണ്ടോ ഇല്ലയോ എന്ന് മാത്രം കണ്ടെത്തിയാൽ മതി. റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല. ഈ പ്രോഗ്രാമിൽ നമ്മൾ ആ വാല്യൂസ് സെറ്റ് ഓഫ് വാല്യൂസിൽ ഈ 24 എന്ന നമ്പർ പിന്നെ ഒക്കർ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നില്ല. എവിടെയെങ്കിലും അത് ആദ്യം വരുന്നുണ്ടോ എന്ന് മാത്രമേ ചെക്ക് ചെയ്യുന്നുള്ളൂ. ആദ്യം എവിടെയെങ്കിലും കണ്ടെത്തിയാൽ അതുവരെ അത് ചെക്ക് ചെയ്യത്തുള്ളൂ. പിന്നെ ഉള്ള നമ്പേഴ്സിനെ ചെക്ക് ചെയ്യത്തില്ല. അപ്പൊ അതിനു വേണ്ടിയാണ് ഈ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. ഇവിടെ ഫ്ലാഗ് ഈക്വൽ ടു 1 എന്ന് സെറ്റ് ചെയ്ത് എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഈ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. ഈ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഈ ഫോർ ലൂപ്പിന്റെ അകത്തുള്ള ഈ പ്ലസ് ഐ എന്ന സ്റ്റേറ്റ്മെന്റിലോട്ട് അത് തിരിച്ചു പോകത്തില്ല. ഈ ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്താൽ അവിടെ വെച്ച് ഈ ഫോർ ലൂപ്പ് ടെർമിനേറ്റ് ആവും. പിന്നെ അവിടുന്ന് കൺട്രോൾ ഇവിടുന്ന് പുറത്തിറങ്ങും. പിന്നെ തിരിച്ച് പ്ലസ് ഐ എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകത്തില്ല. അതുകൊണ്ടാണ് ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെന്റ് ഉപയോഗിക്കുന്നത്. ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്താൽ ഈ ഫോർ ലൂപ്പ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും, ബ്രേക്ക് ചെയ്ത് പുറത്തോട്ട് വരും. അതായത് നമുക്ക് വേണ്ടത് 24 എന്ന നമ്പർ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടെത്തിയാൽ മതി. ഇവിടെ എത്തിയപ്പോഴേക്കും ഐയുടെ വാല്യൂ 3 എത്തിയപ്പോഴേക്കും 24 എന്ന നമ്പർ ഉണ്ട് എന്ന് മനസ്സിലായപ്പം ഈ ഫ്ലാഗ് എന്ന് പറയുന്ന വേരിയബിളിന്റെ വാല്യൂ 1 ആക്കി. എന്നിട്ട് അവിടെ വെച്ച് ആ ഫോർ ലൂപ്പ് അങ്ങ് ബ്രേക്ക് ചെയ്തു. ഫോർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്ത് പുറത്തിറങ്ങി. പിന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഈ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. ഈ ഫ്ലാഗിന്റെ വാല്യൂ ഈക്വൽ ടു 1 ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്ത് അതിനനുസരിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് ഇവിടെ എക്സിക്യൂട്ട് ചെയ്യും. സപ്പോസ് ഇവിടെ ഇപ്പോൾ 24 എന്ന നമ്പർ അല്ല എന്ന് കരുതിക്കോളുക. അപ്പോൾ വീണ്ടും ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആയി. 24 എന്ന നമ്പർ അല്ല എങ്കിൽ ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ആയി. പിന്നെ ഐയുടെ വാല്യൂ 3 എന്നുള്ളത് 4 ആവും. ഇൻക്രിമെന്റ് ചെയ്ത് 4 ആവുന്നു. കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. അടുത്ത എലമെന്റ് ഈ 35 എന്ന നമ്പർ 24 ഈക്വൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നു. അവിടെയും കണ്ടീഷൻ ഔട്ട്പുട്ട് ഫാൾസ് ചെയ്യുന്നതായിരിക്കും. അടുത്ത പിന്നെ ഐയുടെ വാല്യൂ ഇൻക്രിമെന്റ് ചെയ്ത് 5 ആക്കുന്നു. ഈ 5 ആക്കി കഴിഞ്ഞാൽ പിന്നെ ഈ കണ്ടീഷന്റെ ഔട്ട്പുട്ട് ഫാൾസ് ആയിരിക്കും. ലെസ് ദാൻ n അല്ലല്ലോ, ഈക്വൽ ടു n ആണല്ലോ. അപ്പോൾ അവിടെ വെച്ച് ഫോർ ലൂപ്പ് അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യും, പുറത്തിറങ്ങി കഴിഞ്ഞിട്ട് അപ്പം ഫ്ലാഗ് എന്ന വാല്യൂ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്തിട്ടില്ല. ഇവിടെ 24 ഇല്ലായിരുന്നുവെങ്കിൽ ഫ്ലാഗ് എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യത്തില്ല. പിന്നെ ഇവിടെ ചെക്ക് ചെയ്യപ്പോഴേക്കും ഈ ഫ്ലാഗ് ഈക്വൽ ടു 1 എന്നുള്ള സംഭവം എക്സിക്യൂട്ട് ചെയ്യപ്പോഴേക്കും ഔട്ട്പുട്ട് ഫാൾസ് ആയിട്ട് വരും.
ഔട്ട്പുട്ട് ഫാൾസ് ആയിട്ട് വരുമ്പോൾ പിന്നെ എൽസിന്റെ കൂടെയുള്ള സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ദ എലമെന്റ് പെർസെൻറ്റേജ് ഡി ഈസ് നോട്ട് 40 എന്നായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അപ്പം ഇങ്ങനെയാണ് ഈ സംഭവം കണ്ടെത്തുന്നത്. പിന്നെ അതേസമയം ഇവിടെ 24 കണ്ടെത്തിയെങ്കിൽ ശ്രദ്ധിക്കുക, ഇപ്പോൾ 24 കണ്ടെത്തിയെങ്കിൽ ഇപ്പോൾ ഐയുടെ പൊസിഷൻ 3 ആയിരുന്നു, അവിടെ വെച്ച് ഈ കണ്ടീഷൻ ചെക്ക് ചെയ്യപ്പോഴേക്കും 24 ഈക്വൽ ടു 24 ആണെന്ന് കണ്ടെത്തി. അങ്ങനെയാണെങ്കിൽ ഈ ഫ്ലാഗ് ഈക്വൽ ടു 1 എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു, എന്നിട്ട് ബ്രേക്ക് എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അവിടെ വെച്ച് ഈ ഫോർ ലൂപ്പ് സ്റ്റോപ്പ് ആവും. പിന്നെ അടുത്ത 35 എന്ന ഇതിലോട്ടൊന്നും പോയി ചെക്ക് ചെയ്യാൻ നിൽക്കത്തില്ല. അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇവിടെ ഈ കണ്ടീഷൻ ഇവിടെ ചെക്ക് ചെയ്യാനായിട്ട് നിൽക്കും. അപ്പോൾ ഇവിടെ ഫ്ലാഗ് ഈക്വൽ ടു 1 എന്ന് ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അപ്പം ഫ്ലാഗിന്റെ വാല്യൂ 1 ആയതുകൊണ്ട് ഈ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ i+1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ ഐയുടെ വാല്യൂ എന്താണ്, എവിടെ വെച്ചാണ് നമ്മൾ നേരത്തെ ടെർമിനേറ്റ് ആയത്, ഇവിടെ ഐയുടെ വാല്യൂ 3 വെച്ചായിരുന്നു ടെർമിനേറ്റ് ആയത്. അപ്പോൾ ആ വാല്യൂ ആയിരിക്കും ഇവിടെ ഐയുടെ വാല്യൂ ആയിട്ട് എടുക്കുന്നത്. അതിൻ്റെ കൂടെ 1 ആഡ് ചെയ്യുമ്പോഴേക്കും 4 കിട്ടും. ആ 4 ആണ് എത്രാമത്തെ പൊസിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നു. യൂസറിന് മനസ്സിലാവുന്നത് i+1 കൊടുക്കുമ്പോഴേ യൂസറിന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ആ പൊസിഷൻ നമുക്ക് ഇങ്ങനെയാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതാണ് സെർച്ച് അൽഗോരിതം എന്ന് പറയുന്ന പ്രോഗ്രാം. അപ്പോൾ ഇതും കാണാതെ പഠിക്കാനുള്ള പ്രോഗ്രാമാണ്. ഇതിൽ ആദ്യത്തെ കുറേ സ്റ്റേറ്റ്മെന്റ്സ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. ഈ ഒരു 3 or 4 ലൈൻസ് മാത്രമേ പുതിയതായിട്ട് പഠിക്കേണ്ടതായിട്ടുള്ളൂ. ഇതിൻ്റെ ലോജിക്ക് മാത്രം മനസ്സിലാക്കിയാൽ മതി, ബാക്കി നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് തന്നെയാണ്. ഇതാണ് സെർച്ച് അൽഗോരിതം, അല്ലെങ്കിൽ ഒരു അറേയിൽ ഒരു എലമെന്റ് ഉണ്ടോ ഇല്ലയോ എന്ന് സെർച്ച് ചെയ്യാനുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ബബിൾ സോർട്ടിംഗ് അൽഗോരിതത്തെ പറ്റി ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ ഇത് ആക്ച്വലി അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനുള്ള പ്രോഗ്രാമാണ് നമ്മൾ എഴുതിയത്. ഇതേ പ്രോഗ്രാം തന്നെ വേണമെങ്കിൽ നമ്പേഴ്സിനെ ഡിസെൻഡിങ് ഓർഡർ, അതായത് ഡിക്രീസിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനും നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. ആകെ ഒരേ ഒരു വ്യത്യാസം മാത്രം വരുത്തിയാൽ മതി. ഇവിടെ ഈ ഇഫ് സ്റ്റേറ്റ്മെന്റിൽ അറേ ഐ ഗ്രേറ്റർ ദാൻ അറേ ജെ എന്ന് പറയുന്ന ഈ ഒരു കണ്ടീഷൻ, ഇതിൽ ഈ ഗ്രേറ്റർ ദാൻ സിമ്പിൾ മാറ്റി ലെസ് ദാൻ സിമ്പിൾ ആക്കി കൊടുത്താൽ മാത്രം മതി. ബാക്കി എല്ലാം സെയിം തന്നെ. ഈ ഗ്രേറ്റർ ദാൻ സിമ്പിൾ മാറ്റി ലെസ് ദാൻ എന്ന സിമ്പിളാണ് കൊടുക്കുന്നതെങ്കിൽ ഇത് ഡിസെൻഡിങ് ഓർഡറിലായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. അസെൻഡിങ് ഓർഡറിലായിരിക്കത്തില്ല, ഡിസെൻഡിങ് ഓർഡറിലായിരിക്കും അറേഞ്ച് ചെയ്യുന്നത്. ഇത് കഴിഞ്ഞ വീഡിയോയിൽ പറയാൻ വിട്ടുപോയി, അതുകൊണ്ടാണ് ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഗ്രേറ്റർ ദാൻ അറേ ഐ ഗ്രേറ്റർ ദാൻ അറേ ജെ എന്നുള്ള ഈ കണ്ടീഷനിൽ ഈ ഗ്രേറ്റർ ദാൻ എന്ന സിമ്പിൾ മാറ്റി ലെസ് ദാൻ എന്ന സിമ്പിൾ ആക്കി കൊടുത്താൽ ഡിസെൻഡിങ് ഓർഡറിലായിരിക്കും അത് അറേഞ്ച് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് സോർട്ടിംഗ് അൽഗോരിതം. അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.